ഷീജാവധം അധ്യായം 3. വെളുക്കൻ, അതാണ് അവൻ്റെ പേര്. ഈ ഷീജയുടെ മരണത്തിന് ശേഷം അവളുടെ മരണത്തിൽ ആ ഷോക്കിൽ മാനസിക നില ചെറുതായി തെറ്റിയിരിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ഇടിച്ചു പിഴിഞ്ഞ് ചോദ്യം ചെയ്തപ്പോഴും ഈ വെളുക്കൻ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. കണ്ണാടിയിലൂടെ പോത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന അയാളെ നോക്കിയ സത്യനോട് ദിലീപ് പറഞ്ഞു. ഷീജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് മറിച്ചു നോക്കി സത്യൻ അവളുടെ കുറച്ചു കൂടി ഫോട്ടോസ് ഒന്ന് നോക്കി. എടോ ദിലീപേ, ഷീജ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? സാറ്, പാറക്കൽ ഫിനാൻസ് എന്നാണ്. കോന്നി ടൗണിൽ തന്നെയാണ്. പഴയ പണിക്കാരാണ്. ഇപ്പോൾ കുറച്ച് പുത്തൻ പണവും കയറിയിട്ടുണ്ട്. അവറാച്ച മുതലാളിതാണ് സ്ഥാപനം. മക്കളാണ് നടത്തിപ്പുകാർ. ജോണിയാണ് ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ജോസ് അല്പം സ്വല്പം സിനിമയും നിർമ്മാണമൊക്കെയാണ്. അവരുടെ മൊഴിയെടുത്തിരുന്നോ? സാറേ, അന്ന് കേസിൻ്റെ ചുമതല സാമുൽ സാറിനായിരുന്നു. ഇവരെ ചോദ്യം ചെയ്യാൻ ശരിക്കും കിട്ടിയില്ല. അതിനിടയിൽ സാമുൽ സാറ് വാഹനാപകടത്തിലപ്പെട്ടു. ഇപ്പോൾ മുഴുവൻ തളർന്ന് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. എങ്കിൽ നമുക്ക് അവരുടെ മൊഴി അങ്ങ് എടുത്താലോ? പറഞ്ഞത് വയ്യാവേലിയായോ എന്ന രീതിയിൽ കരുണും ദിലീപും പരസ്പരം നോക്കി. എന്താടോ, എന്തുപറ്റി? നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടാത്തതെന്താ? സാറേ, സാമുൽ സാറും പാറക്കൽ ജോസും തമ്മിൽ ചെറിയൊരു ഉരസലുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരമാണ് സാർ അപകടത്തിൽപ്പെടുന്നത്. ഒരു പാറമട സ്വന്തമായിട്ടുള്ള ആളാണ്. കുറച്ച് ഗുണ്ടകളൊക്കെ തീറ്റിപ്പറ്റിക്കൊണ്ട് നടക്കുന്നുണ്ട്. ദിലീപ് അല്പം മടിയോടുകൂടിയാണ് പറഞ്ഞത്. സത്യൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ദിലീപേ, കരണേ, നിങ്ങൾ രണ്ടാളും പോലീസുകാരാണ്. പൊതുജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകും എന്ന് പ്രതിജ്ഞ ചൊല്ലി യൂണിഫോം ഇട്ട നമുക്ക് ഈ പാറക്കനല്ല അവൻ്റെ അപ്പപ്പനായാലും ഒരു പ്രശ്നമാവരുത്. അങ്ങനെയല്ല, നല്ല ആൺകുട്ടികളെ കണ്ടാൽ മുട്ടുവിറയ്ക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം മുതൽ നിങ്ങൾ എൻ്റെ ടീമിൽ വേണമെന്നില്ല. സോറി സാർ, ഇനി ഉണ്ടാവില്ല. ഗുഡ്. അപ്പോൾ നമ്മൾ പാറക്കനിലെ ഫിനാൻസിലേക്ക്. സത്യൻ്റെ ഫോൺ ശബ്ദിച്ചു. അയാൾ ഫോണിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ആ രാഗി, പറയടി. എൻ്റെ സത്യേട്ടാ, ഇവനെയും കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ. ആണോ? നീ അവന് കൊടുത്തേടി. അപ്പുറത്തു നിന്നും അച്ചുവിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പായി, കള്ളന്മാരെ പിടിച്ചോ? അപ്പായി, കള്ളന്മാരെ നോക്കി വെച്ചിട്ടുണ്ട്. നാളെ പിടിക്കും. ഞാൻ ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പായി കള്ളന്മാരെ പിടിക്കാൻ പോയതാണെന്ന്. അച്ചു, അമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പായി വരും വരെ നോക്കിക്കോണേ. ശരി അപ്പായി. കള്ളന്മാരെ പിടിക്കുമ്പോൾ എൻ്റെ വക ഒരു ഇടി കൂടുതൽ കൊടുത്താൽ മതി. ആയിക്കോട്ടെ, എന്നാൽ ശരി, ഞാൻ വിളിക്കാടാ. സത്യൻ്റെ ഫോണിൽ ഒരു കോൾ കയറി വരുന്നുണ്ടായിരുന്നു. CI അശോകിൻ്റേതായിരുന്നു ഫോൺ. സത്യൻ ഫോണെടുത്തു. സത്യ, എവിടെയാണ്? സാർ, ഞാൻ കോന്നിയിലുണ്ട്. ആ ഷീജ കേസിൽ കുറച്ച് മൊഴിയെടുക്കാനുണ്ട്. എടോ, ഒരു മയത്തിലൊക്കെ വേണം കാര്യങ്ങൾ. കുറച്ച് ആളുകളെ നമ്മൾ ഇടിഞ്ഞു പിഴിഞ്ഞതിൻ്റെ അയ്യാവേലികൾ ഇനിയും തീർന്നിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ട കാര്യമാണ്. ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ആയിക്കോട്ടെ സാറേ, കുറച്ച് ലീഡുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരുക്കാണ്. ഓക്കെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. തൻ്റെ ടീമിൽ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഐശ്വര്യ. കോന്നി ടൗണിൽ അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി തൻ്റെ ടീമിൽ ചേർത്തേക്കും. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ വിളിക്കും. CIയുടെ ഫോൺ വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സത്യൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ വന്നു. സത്യൻ ഫോണെടുത്തു ചെവിയിലേക്ക് അടുപ്പിച്ചു. ആ സാറേ, ഞാൻ ഐശ്വര്യ. CI സാർ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. താൻ എവിടെയാണ്? സാർ, ഞാൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് ഹോട്ടൽ ഷിംലയിലുണ്ട്. ഓക്കെ, അവിടെ ഇരുന്നുള്ളൂ, ഞങ്ങൾ എത്തിക്കോളാം. സത്യം ഫോൺ വെച്ച് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്താ സാറേ? ആരാ പുതിയ ജോയിൻ? എടോ, ഒരു ഐശ്വര്യ. ഐശ്വര്യ മാഡം ആണോ തമ്പുരാനെ? ദിലീപ് ചോദിച്ചു. എന്താ, ദിലീപിനറിയോ? കൊള്ളാം സാറേ. അറിയാമോ എന്നോ? ഒരു 3 പെൺകുട്ടികളെ കാണാതെ ഒരു കേസ് അറിയാമോ സാറിന്? റെയിൽവേ ട്രാക്കിൽ ബോഡി കിട്ടിയേ? അതെ സാർ. ഇവരൊരു ഫെമിനിസ്റ്റാണ്. പുരുഷന്മാർക്ക് പുല്ല് വില കൊടുക്കാത്ത ഒരാൾ. അന്ന് ഇവരാണ് സ്പെഷ്യൽ ഡെപ്യൂട്ടേഷനിൽ ഇവിടെ വന്നത്. എൻ്റെ പൊന്നു സാറേ, പോലീസ് ജീവിതം മടുത്തുപോയിരുന്നു. അതെന്താടോ അങ്ങനെ? ഒരുമാതിരി വെറുപ്പിക്കലാണ് സാറേ. അങ്ങനെയാണോ? അപ്പോൾ നമുക്ക് മൊഴിയെടുത്തിട്ട് ഐശ്വര്യ പിക്ക് ചെയ്യാം അല്ലേ? സത്യൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പാറക്കൽ ഫിനാൻഷ്യൻ്റെ മുന്നിൽ ജീപ്പ് നിന്നു. അതിൽ നിന്നും സത്യൻ ഇറങ്ങി. നിങ്ങൾ തൽക്കാലം ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയിട്ട് വരാം. സത്യൻ കോണിപ്പടികൾ കയറി മുകളിലോട്ട് നടന്നു കയറി. ബാങ്കിൽ സുന്ദരിമാരായ ജോലിക്കാരികൾ
അയാളെ നോക്കി ചിരിച്ചു. അകത്തെ ശീതീകരിച്ച മുറിയിൽ ചാരുകസേരയിൽ ഇയർഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്ന ജോണി സത്യനെ കൊണ്ട് എഴുന്നേറ്റ് നിന്നു. നമസ്കാരം സാറേ. ഹാ, ജോണി മുതലാളി, നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ഓ, എന്ത് മുതലാളി സാറേ? മുതലിനെ ലാളിക്കുന്നവനെയല്ലേ സാർ മുതലാളി എന്ന് വിളിക്കുക? വലിയ കഷ്ടമാണ് സാറേ, നാട്ടുകാർ ചുമ്മാ ഓരോന്ന് പറയുന്നതാ. ഓ, ആയിക്കോട്ടെ. നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പറയും? ആന മെഴിഞ്ഞാലും തൊഴുത്തിക്കെട്ടാൻ പറ്റുമോ? എന്നാ സാറേ വന്ന കാര്യം? ജോണിച്ചാ, ഇവിടെ ജോലിക്കുന്ന ആ കൊച്ചില്ലേ ഷീജ, അവളുടെ കേസ് ഞാനാണ് അന്വേഷിക്കുന്നത്. ഓ, ഒരു പാവം കൊച്ചാ സാറേ. ഇതിനു മുമ്പ് ഏതോ സാർ അന്വേഷിക്കാൻ വന്നിരുന്നു. പക്ഷേ ആ സാറിന് എന്തോ ഒരു അപകടം പറ്റി. സാറിൻ്റെ കുടുംബമൊക്കെ എവിടെയാണ്? സത്യൻ ജോണിയെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ജോണി സാറേ, കുടുംബമൊക്കെ കുറച്ച് ദൂരെയാണ്. കുറച്ച് ദൂരെയെന്ന് പറഞ്ഞാൽ അങ്ങ് മലബാറിലേക്ക് പോകണം. അപ്പം കരുതും ഞാനിവിടെ വരത്തനാണോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ അല്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു വന്ന കാര്യം ഷീജയും സാറും തമ്മിൽ എങ്ങനെയായിരുന്നു എന്നതാണ്. എൻ്റെ ഒരു സ്റ്റാഫ് എന്നതിനപ്പുറം എനിക്കെന്തറിയാം സാറേ? സാധാരണ ജോലിക്കാരൊക്കെ താമസിച്ചു പോയാൽ സാർ അവരെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാറുണ്ടോ? പെങ്കൊച്ചല്ലേ സാറേ, ഓഫീസിൽ ജോലിക്ക് വന്നാൽ ചിലപ്പോൾ താമസിക്കും. അപ്പോൾ വീട്ടിൽ നമ്മൾ കൊണ്ടാക്കേണ്ടി വരും. ഇതിന് മുന്നേ പലരെയും കൊണ്ടാക്കിയിട്ടുമുണ്ട്, ഇനി കൊണ്ടാക്കുകയും ചെയ്യും. ശ്രീജയ്ക്ക് ഇവിടെ വല്ല സാമ്പത്തിക ഇടപാടുകളുള്ളതായിട്ട് സാറിനറിയാമോ? എല്ലാ സാമ്പത്തിക ഇടപാടും ഇവിടെ ജോലി ചെയ്യുക, ശമ്പളം കൊടുക്കുക, അതിനപ്പുറത്തേക്ക് ഒരിടപാടും ഞങ്ങൾ സ്റ്റാഫുമായിട്ട് ചെയ്യാറില്ല. ഈ കൊച്ചിന് വല്ല ചുറ്റിക്കളിയുള്ളതായിട്ട് അറിയാമോ? ആ കൊച്ചിൻ്റെ പ്രായപരിധി ഒരു 25-26, അതിനപ്പുറത്തേക്ക് പോകില്ല. ഈ പ്രായത്തിലുള്ള കൊച്ചുങ്ങൾക്ക് ഉള്ളു തുറന്ന് നോക്കാൻ ചക്കയും മാങ്ങയൊന്നുമല്ലല്ലോ. ഓ ഓ ഓ, ആയിക്കോട്ടെ സാറേ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുക. വെറുതെ ഈ വഴി പോയപ്പോൾ ഒന്ന് ജോണി സാറിനൊന്ന് കാണണമെന്നൊക്കെ തോന്നി. ആ ശ്രീജിയെക്കുറിച്ച് ഒന്ന് നന്നായിട്ട് അറിയണം. എന്തായാലും ഇവിടെ മൊഴിയെടുക്കാൻ വന്ന ഒരു SI തകർന്നു കിടക്കുന്ന സ്ഥിതിക്ക് ഇനി ആ കേസ് ഞാനാണ് അന്വേഷിക്കുന്നത്. വേണം സാറേ, ആ കേസ് ശരിക്കും അന്വേഷിക്കണം. ആ SI തളർന്നു കിടക്കുന്നതിൻ്റെ പിന്നിൽ ഞാനാണ് എന്നൊരു വർത്തമാനമുണ്ട്, അതങ്ങ് മാറ്റിക്കൊടുക്കണം. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സത്യൻ്റെ മനസ്സിൽ ജോണി എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ചിത്രമുണ്ടായിരുന്നു. ഷിംന ഹോട്ടലിന് മുന്നിൽ കാത്തിരുന്ന അസ്വസ്ഥനായ ഐശ്വര്യ മുന്നിൽ പോലീസ് ജീപ്പ് വന്നു നിന്നു. വലിയ 2 ബാണ്ടക്കെട്ടുകൾ അവളുടെ കയ്യിലുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ ബോംബെയിൽ നിന്നും കേരളത്തിലേക്ക് വെക്കേഷൻ വന്ന ഒരു പെൺകുട്ടിയുടെ ഒരു മട്ടും ഭാവവും. ഇന്നലെ മോഡലായി സ്റ്റൈലിൽ ചുണ്ടു ചുവപ്പിച്ച് ഒരു പെൺകുട്ടി. ഒറ്റ നോട്ടത്തിൽ ഒരു പോലീസാണെന്ന് പറഞ്ഞിറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകാനായി ഇറങ്ങി നിന്ന ബംഗാളികളിൽ പലരും അവളെ ഒഴിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പോലീസ് ജീപ്പ് അവൾക്കരികിൽ വന്നതോടെ എല്ലാവരും പതിയെ ഉൾവലിഞ്ഞു. ബാഗുകൾ പോലീസ് ജീപ്പിലേക്ക് വെച്ച് അവൾ ജീപ്പിൽ കയറിയിരുന്നു. സത്യനെ നോക്കി അവൾ ചിരിച്ചു. ഹായ് സാർ, ഐ ആം ഐശ്വര്യ. ഹലോ, ഐ ആം സത്യൻ. കൂടെ ഉണ്ടായിരുന്ന 2 പോലീസുകാരെ ഐശ്വര്യ ഒന്ന് നോക്കി. കാരണം ദിലീപ് അല്ലേ? അതെ മാഡം. ഐശ്വര്യ അവരെ നോക്കി ചിരിച്ചു. സാർ, ഇതിനു മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ കേസ് അന്വേഷിക്കാൻ ഞാനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഞാൻ സാറിൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചത്. ഷീജയുടെ കൊലപാതകം ഒരു സാധാരണ കൊലപാതകമല്ല. ഇപ്പോൾ നമ്മൾ പ്രതികൾ എന്ന് സംശയിക്കുന്ന ബംഗാളികൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. ഐശ്വര്യ എന്താണ് പറഞ്ഞു വരുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ കഥ നടന്ന സംഭവങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സാമ്യതകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. നമ്മുടെ ഈ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗം കേൾക്കുവാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക, കൂടെ. അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നാളെ വീണ്ടും കാണാം നമുക്ക്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.